bridal collection by Shobhika Wedding. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്കും വീട്ടമ്മമാർക്കും തൊഴിൽ ലഭ്യമാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ നിലമ്പൂർ മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷൻ സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിൽ ആർദ്രമെന്നുമൊക്കെ പേരിട്ട് വിളിച്ച് കൃത്യമായി ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹികമായിട്ടുള്ള ശുചിത്വവും അതിനപ്പുറമുള്ള പരിസരങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങളും ഒക്കെ കൊണ്ടുവരികയും പിന്നെ അടിസ്ഥാന പാർപ്പിട പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമെന്ന് നമുക്കറിയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓഫീസിൽ സജ്ജമാക്കിയിട്ടുള്ള ജോബ് സ്റ്റേഷനിൽ തൊഴിൽ രഹിതരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒഴിവു ദിനങ്ങളിലൊഴികെ എല്ലാ ദിവസവും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. നിലമ്പൂരിലെ തൊഴിൽ രഹിതർക്കു വേണ്ടി സെപ്റ്റംബറിൽ വിപുലമായ തൊഴിൽമേള സംഘടിപ്പിക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UK ബിന്ദു എന്നിവർ സംസാരിച്ചു. നൌഫൽ പദ്ധതി വിശദീകരണം നടത്തി. K അരുൺകുമാർ സ്വാഗതവും CDS ചെയർപേഴ്സൺ വസന്ത നന്ദിയും പറഞ്ഞു. N4 ന്യൂസ്, നിലമ്പൂർ. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ.